ന്യൂസിലാൻഡിലോട്ട് സ്റ്റുഡന്റ് വിസയിൽ വരുമ്പോൾ ഫാമിലിയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചിലർ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫാമിലിയെ കൊണ്ടുവരും. ചിലർ ഇവിടെ വന്നു കഴിഞ്ഞ് ഫാമിലി വിസ പ്രോസസ് ചെയ്യും. വിസ പ്രോസസ്സിംഗ്, താമസ സൗകര്യം, ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 11-9 അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓർ എബോവ് കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഫാമിലിയോട് കൂടെ ന്യൂസിലാൻഡിൽ കൊണ്ടുവരാൻ പറ്റും. പാർട്ട്ണർക്ക് ഓപ്പൺ വർക്ക് വിസയും സ്റ്റുഡന്റ് ആയി വരുന്നവർക്ക് ലീഗലി ഒരാഴ്ചയിൽ മാക്സിമം 25 മണിക്കൂർ വരെയും ജോലി ചെയ്യാൻ പറ്റും. 20 മണിക്കൂർ ആയിരുന്നു മുൻപ്, ഇപ്പൊ 25 മണിക്കൂറായിട്ട് ഗവൺമെന്റ് ഉയർത്തിയിട്ടുണ്ട്. സ്റ്റുഡന്റ് വിസയുടെയും സ്റ്റേ ബാക്ക് വിസയുടെയും കാലാവധി എത്രയാണോ അത്രയും കാലാവധി ഡിപെൻഡൻസിന്റെ വിസയ്ക്കും ഉണ്ടാവും. ആദ്യം വിസ പ്രോസസ്സിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഫാമിലി റിലേഷൻഷിപ്പ് തെളിയിക്കുന്നതിനായി എന്തൊക്കെ പ്രൂഫുകൾ കൊടുക്കാമോ അത്രയും പ്രൂഫുകൾ കളക്ട് ചെയ്ത് വെക്കുക. ഒരു 10 മുതൽ 15 വരെ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. വിസ പ്രോസസ്സിംഗ് വളരെ ഫാസ്റ്റ് ആവും. ഡിപെൻഡൻസിന്റെ പേര് ഉൾപ്പെടുത്തിയുള്ള പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഒരേ അഡ്രസ് കാണിക്കുന്ന ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് പോലെയുള്ള ID പ്രൂഫുകൾ, ഒരേ അഡ്രസ് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വിദേശത്താണെങ്കിൽ ഇംഗ്ലീഷിലല്ലാത്ത ID പ്രൂഫുകൾ ഓതറൈസ്ഡ് ട്രാൻസ്ലേറ്റർ സെന്ററിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത നാഷണൽ ID, സിവിൽ ID പോലുള്ള ID പ്രൂഫുകൾ, ഒരേ അഡ്രസ് താമസിക്കുന്നതിനുള്ള പ്രൂഫ്, അതായത് ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകൾ ഉൾപ്പെടുന്ന റെന്റൽ അഗ്രിമെന്റ്, ഓരോരുത്തരുടെയും പേരിൽ ഒരു അഡ്രസ്സിലോട്ട് ഫുഡോ അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസോ ഓർഡർ ചെയ്ത ബില്ലുകൾ, റിലേഷൻഷിപ്പ് കവർ ലെറ്റർ, അതായത് ഹസ്ബൻഡും വൈഫും കണ്ടുമുട്ടിയ കാലം മുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കാലം വരെയുള്ള സ്റ്റോറികൾ കാണിക്കുന്ന രണ്ടുപേരും സൈൻ ചെയ്ത ലെറ്റർ ഫ്രം എ റിലേറ്റീവ്, അതായത് നിങ്ങളുടെ ബന്ധുവോ കൂട്ടുകാരോ സൈൻ ചെയ്ത നിങ്ങളുടെ കണ്ടുമുട്ടിയ കാലം മുതലുള്ള കഥകൾ പറയുന്ന ഒരു ലെറ്റർ. പിന്നെ ലെറ്റർ ഓഫ് സ്റ്റേ, അതായത് നിങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്കോ മറ്റോ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന വീടിന്റെ ഓണർ സൈൻ ചെയ്ത ലെറ്റർ, പാർട്ട്ണറുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ കാണിക്കാവുന്നതാണ്. അതായത് മറ്റു കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെയും ന്യൂസിലാൻഡ് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സാലറി തെളിയിക്കുന്ന പാർട്ട്ണറുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മറ്റു ഭാഷകളിലുള്ളതാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. ഇന്ത്യൻ PCC, പാർട്ട്ണർ ജോബ് ഓഫർ ലെറ്റർ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്, എല്ലാവരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് തുടങ്ങിയവ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ വരുമ്പോഴുള്ള താമസ സൗകര്യം അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനായി തന്നെ എല്ലാം ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനായി ട്രേഡ്മി, വൺ റൂഫ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്തിടാവുന്നതാണ്. ഒരു ലോക്കൽ ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വീടുകൾ കിട്ടും കേട്ടോ. ഇനി ജോലി അന്വേഷിക്കുന്നതിനും കൂടുതൽ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനായി ട്രേഡ്മി, സീക്ക്, ഇൻഡീഡ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് രാജ്യമായതുകൊണ്ട് ഇവിടെ ഒത്തിരി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളും ഉണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അവിടെ സ്കൂളിംഗ് ഫ്രീ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ PTA ഫണ്ട് എന്നൊരു ഫണ്ട് ഒരു ചെറിയൊരു പൈസ കൊടുക്കണം. പബ്ലിക് സ്കൂളുകൾ പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. 1 മുതൽ 13 വരെയാണ് ഇവിടുത്തെ സ്കൂളിംഗ്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കിൻഡർ ഗാർഡൻ ഫെസിലിറ്റിയും അല്ലെങ്കിൽ മോണ്ടേസറി ഫെസിലിറ്റികളും ഉണ്ട്. കിൻഡർ ഗാർഡനിൽ 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് 20 മണിക്കൂർ വരെ ഫ്രീ ആണ്. ചില കിൻഡർ ഗാർഡനുകളിൽ 2.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും 20 മണിക്കൂർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായി ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഫാമിലി ബൂസ്റ്റ് എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. 40% വരെയുള്ള കിൻഡർ ഗാർഡൻ ഫീസ് ഗവൺമെന്റ് ക്വാർട്ടർലി റീഫണ്ട് ചെയ്യും. നേരത്തെ അത് 25% ഇപ്പൊ 40% അത് ഉയർത്തിയിട്ടുണ്ട്. ഫാമിലി ബൂസ്റ്റ് പ്രോഗ്രാമിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ന്യൂസിലാൻഡിലെ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിനും എന്റർടൈൻമെന്റ് വീഡിയോസിനും വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്